ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവായി മന്തി റെസിപ്പി കണ്ടാലോ? ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. ഈ കാണുന്ന പേസ്റ്റിലേക്ക് ഇനി ഒരു 2 മസാല കൂടി ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഒരു പേസ്റ്റ് നമുക്ക് തയ്യാറാക്കി മാറ്റി വെക്കാം. ഞാനിവിടെ 2 ഫുൾ കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 12 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പേസ്റ്റ് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് 4 വിസിലാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. 2 ലോ ഫ്ലെയിമും 2 ഹൈ ഫ്ലെയിമും. ഇനി നമുക്ക് റൈസിന്റെ കാര്യം നോക്കാം. 1 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വൈറ്റ് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിൽ ഒഴിച്ച് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക്, തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് റൈസ് ഇട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഷാലോ ഫ്രൈക്ക് ശേഷം ബാക്കിയുള്ള മസാല കൂടി ആ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള മയോണൈസും ചമ്മന്തിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടിക്കൂട്ടി ഷവായി മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ലുക്ക് അധികം ഇല്ലെങ്കിലും ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൈ.